നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. പ്രേമൊന്നും ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്? എന്നാര് പറഞ്ഞു? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്റെ ഇന്റർവ്യൂ ഇത്രയും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഏറ്റവും ആദ്യം കേട്ടത് അതാ. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അടുത്ത ചോദ്യം ഉണ്ടല്ലോ, ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ട്? പ്രണയം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം. വിവാഹത്തിലേക്ക് എത്തിയില്ല. എന്തോ ഇല്ല, നടന്നില്ല, വർക്കൗട്ടായില്ല. വീട്ടുകാരെ എതിർത്താണോ? 18 വർഷമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു. അതെ അതെ, വേറെ ഏത് മേഖലയിലാ ചേട്ടാ ഞാൻ പോകുന്നത്? ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം ഞങ്ങൾക്ക് എല്ലാവർക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഒറ്റ മേഖലയിലല്ലേ പണിയെടുക്കുന്നത്. നടന്മാരായിരുന്നു. എന്നാ പിന്നെ ഇനി പേരും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോ വിത്ത് ഫോട്ടോ. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു പറയുന്നു. എന്തുകൊണ്ടാണ് ആ പ്രേമങ്ങളിലൊന്നും ഇല്ലാതെ പോയത്? പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. അത് കൊച്ചു പയ്യൻ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.